ഹായ്, വെൽക്കം ടു സീറോ ടു ഹീറോ. എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഒരു 4 മണി പലഹാരമാണ് ഉണ്ടാക്കാൻ പോണത്. ഈ സ്കൂൾ വിട്ട് വരുന്ന കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ ഒരു അടിപൊളി സ്നാക്ക് തന്നെയാണത്. അപ്പൊ വെറും 4 പഴം കൊണ്ട് ഒരു 4 മണി പലഹാരം ഉണ്ടാക്കി വന്നാലോ? സിമ്പിളാടോ. നമ്മളെ വീട്ടിൽ കൊണ്ടുവരുന്ന പഴുത്ത പഴം ഉണ്ടാവില്ലേ, ബാക്കി വന്നത് അതങ്ങോട്ട് എടുത്തോളുക. അടുത്ത സ്റ്റേജ് ഇത് പുഴുങ്ങിയെടുക്കുക എന്നുള്ളതാണ്. ഞാനിവിടെ പുഴുങ്ങുന്നത് കുക്കറിലാണ്. ഞാൻ കയറ്റി പുഴുങ്ങിയാലും ചെമ്മട്ടിയിൽ വെള്ളം ഒഴിച്ച് പുഴുങ്ങിയാലും എങ്ങനെയാലും വേണ്ടില്ല, പുഴുങ്ങിയിട്ടെടുക്കുക. ഞാനിവിടെ കുക്കറിൽ 2 വിസിൽ. നമ്മളെ പഴം റെഡി. ഇനി ഇതിന്റെ തൊലി കളഞ്ഞ് നല്ല കുട്ടപ്പനാക്കി ഇങ്ങോട്ടെടുക്കണം. ഞാനിവിടെ നല്ല ചൂടുള്ള പഴമായതുകൊണ്ട് നമ്മളെ പാത്രങ്ങളൊക്കെ എടുക്കുന്ന സംഭവം അല്ലേ, അതുകൊണ്ടാണ്, അതിന്റെ ബാക്ക് കൊണ്ടാണ് ഈ പഴമൊക്കെ എടുത്ത് മാറ്റണത്. അപ്പൊ ഇതിന്റെ തൊലിയൊക്കെ കളഞ്ഞ് ഞാൻ പറഞ്ഞതുപോലെ നല്ല മഞ്ഞ കുട്ടപ്പന്മാരായിട്ട് ഇങ്ങോട്ട് എടുത്തോളി. എനിക്കിത് ചൂടാറാനൊന്നും ടൈമില്ല, അതുകൊണ്ട് ഞാൻ ചൂടോടെ തന്നെയാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യം 1/2 കപ്പ് ഗോതമ്പ് പൊടിയും കൂടിയാണ്. അതും കൂടെ അങ്ങോട്ട് ഇട്ടിട്ട് 1/2 കപ്പ് തേങ്ങയും കൂടി ഇങ്ങോട്ട് ഇട്ടിട്ട് ഒരു 2 ശർക്കര അച്ച് ഇങ്ങനെ ചുരണ്ടി ഇങ്ങോട്ടിട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ആവശ്യം ഏലക്കായ് പൗഡർ, ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടി കുറച്ച് നേരം ചേർത്താൽ മതി. അതും കൂടി ഇങ്ങോട്ട് ചേർത്തിട്ട് കഴിയണ പോലെ തിരിച്ച് മറിച്ചതങ്ങോട്ട് മിക്സ് ആക്കി കൊടുക്കുക. കൈ കൊണ്ട് മിക്സ് ആക്കിയാലും കയ്യിൽ കൊണ്ടോ തവി കൊണ്ടോ എന്തുകൊണ്ട് മിക്സ് ആക്കിയാലും ഇതുപോലെ മിക്സ് ആയി കിട്ടണമെന്ന് മാത്രം. പിന്നെ ഇതിലേക്ക് ആവശ്യം 2 ടീസ്പൂൺ നെയ്യില് കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്തതും കൂടിയാണ്. അതും കൂടി ഇങ്ങോട്ട് എടുത്തിട്ട് അഴിക്കിങ്ങോട്ട് ഒഴിക്കുക. വീണ്ടും ആ പ്രോസസ്സിങ് തുടർന്ന് കൊണ്ടേയിരിക്കുക. നമ്മളെ മിക്സ് ആക്കല്ലേ. മിക്സ് ആക്കണ പണി കഴിഞ്ഞാൽ പിന്നെ പണി സിമ്പിൾ. ഇതുപോലെ വാഴന്തല എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂണോ 2 ടീസ്പൂണോ നിങ്ങൾ അളവിനനുസരിച്ച് എത്രയാന്ന് വെച്ചിട്ട് കൊടുക്കുക. ഇതുപോലെ ചെറുക്കിലിങ്ങിട്ട് പൊതിഞ്ഞെടുക്കുക. ഈ ചെറുക്ക് കുറച്ച് കുറഞ്ഞാലും കൂടിയാലും കുഴപ്പമില്ല കേട്ടോ. അങ്ങനെ ഓരോന്നോരോന്നായി നമ്മളെ വാഴയിലേക്ക് അങ്ങോട്ട് കയറ്റി കൊടുക്കുക. ഇത് ആവി കയറ്റി പുഴുങ്ങണതായതുകൊണ്ട് കുട്ടികൾക്ക് ഇനിയിപ്പോൾ ഡെയിലി ഉണ്ടാക്കി കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. എണ്ണയിൽ വറുത്തെടുക്കുന്ന സാധനത്തിനെ പോലെ അല്ലല്ലോ. ഇനിയിപ്പോൾ വാഴയിലല്ലെങ്കിൽ പൊടുവണ്ണിൻ്റെ ഇലയിൽ പൊടിക്കുക, അതുപോലെ കറുകപ്പട്ടൻ്റെ ഇലയിൽ പൊതിയുക. അങ്ങനെ വാഴയില തന്നെ വേണം നിർബന്ധമൊന്നുമില്ല. അപ്പൊ ഇതുപോലെ നല്ല അടിപൊളി ഇങ്ങോട്ട് പൊതിഞ്ഞെടുത്തോളൂ. ഇത് പൊതിയുമ്പോൾ തന്നെ മക്കൾ ഇവിടെ എടുത്ത് തിന്നൽ തുടങ്ങി. അത് വേറെ കാര്യം, അത്രക്ക് ടേസ്റ്റാണേ. അപ്പൊ നമ്മള് പൊതിഞ്ഞ് ഫില്ലാക്കി വെച്ച ഓരോ ഇലകളും ഇതുപോലെ ഒരു തട്ടിലേക്ക്, ഞാനിവിടെ ഇഡലിത്തട്ടാണ് എടുത്തിട്ടുള്ളത്. ഇങ്ങനെയായാലും ആവി കയറ്റിയെടുത്താൽ മതി. അങ്ങനെ ആവി കയറ്റാൻ പറ്റിയൊരു തട്ടെടുത്തിട്ട് ഒക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ടുകൊടുക്കാന്നൊക്കെ കേട്ടു നിങ്ങളൊന്നായിട്ട് എറിയൊന്നും വേണ്ട കേട്ടോ, വെച്ചെടുക്കാന്ന് ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് തോന്നുന്നു നമ്മളെ ഇലയുടെ ഉണ്ടാക്കുന്നതിനേക്കാൾ സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ എന്നുള്ളത്. ഇനി ഇത് മൊത്തത്തിൽ ഇങ്ങോട്ട് വെച്ചെടുത്തിട്ട് ഒരു 10 മിനിറ്റ് വേവിച്ചാൽ മതിയാവും. ഇതിന് അധികം വെന്ത് വരേണ്ട, ഒക്കെ വെന്ത സാധനം ആയതുകൊണ്ട് അധികം വേവിച്ചേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. അപ്പൊ ഇനി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് വേറൊരു ടേസ്റ്റിനെയാണ്. ആ നെയ്യും ശർക്കരയും അണ്ടിപ്പരിപ്പും ആ പഴുത്ത പഴമൊക്കെ കൂടി ഇങ്ങോട്ട് കലർന്നുണ്ടാവുന്ന ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, അടിപൊളിയാട്ടോ. അപ്പൊ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം. അപ്പൊ ഇതുപോലെയുള്ള സിമ്പിൾ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കല്ലേ. അപ്പൊ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.